നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ആഴക്കടൽ മണൽ ഖനനം. സംസ്ഥാന സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ ലഭ്യമാക്കും. തീരദേശ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. മഴക്കാലപൂർവ്വ ശുചീകരണം. CR മഹേഷ് MLA നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. നീർത്തടങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവയുടെ നവീകരണവും സംരക്ഷണവും ശുചീകരണവും യോഗം വിലയിരുത്തി. ചവറ ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടികൾ സമ്പൂർണ്ണമായി സ്മാർട്ടായി. പ്രഖ്യാപനം. ചവറ കോവിൽത്തോട്ടം 116 നമ്പർ അംഗനവാടിയിൽ. ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായി കെട്ടിടമുള്ള എല്ലാ അംഗനവാടികളും സ്മാർട്ടായി. മൊബൈൽ ശുചിമുറി സംസ്കരണ പ്ലാന്റിലെ ക്രമക്കേട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കായംകുളം നഗരസഭ ഉപരോധിച്ചു. ചെയർപേഴ്സന്റെ മുറിയിൽ പ്രവേശിച്ച പ്രവർത്തകർ മേശപ്പുറത്ത് അഴിമതിപ്പെട്ടി സ്ഥാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആഴക്കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാരിൽ ലഭ്യമാക്കും. വിഭവശേഷി കുറവിന്റെ പരിമിതി ഉണ്ടെങ്കിലും തീരദേശ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പൊതുജനങ്ങളുമായി നടത്തിയ സംവാദത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി പൊതുജനങ്ങളുമായി സംവദിച്ചത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. ആഴക്കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഫിഷറീസ് റിട്ടയർഡ് ജൂനിയർ സൂപ്രണ്ട് VK മധുസൂദനാണ് വിഷയം മുന്നോട്ട് വെച്ചത്. തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാരിൽ ലഭ്യമാക്കും. വിഭവശേഷി കുറവിന്റെ പരിമിതി ഉണ്ടെങ്കിലും തീരദേശ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ തുടർന്നും ശ്രമം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ മേഖലകളിൽ ഗവേഷണങ്ങൾക്ക് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പേറ്റന്റുകൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുമെന്നും വീഡിയോകളിൽ വ്യാജ വിവരങ്ങൾ ചേർത്ത് പ്രചരിപ്പിക്കുന്നത് കണ്ടെത്താൻ നിർമ്മിച്ച സോഫ്റ്റ്വെയറിന് പേറ്റന്റ് ലഭിച്ച ഡോക്ടർ ലിഞ്ചു ലോറൻസിന് മുഖ്യമന്ത്രി മറുപടി നൽകി. സർവതല സ്പർശിയും സാമൂഹിക നീതിയിലും അധിഷ്ഠിതമായ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഓർമ്മിപ്പിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവാദം അവസാനിപ്പിച്ചത്. തോട്ടണ്ടി ലഭ്യത ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കും. 2017-18 മുതൽ 78,000-ലധികം മെട്രിക് ടൺ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. മേഖലയിൽ തുടർന്നും പ്രത്യേക ശ്രദ്ധ നൽകും. കുടിവെള്ളക്ഷാമം ഗൗരവമുള്ള പ്രശ്നമായാണ് സർക്കാർ കാണുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കല്ലട ഡാം വൃഷ്ടിപ്രദേശത്ത് മുൻവർഷങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ അടിഞ്ഞ എക്കൽ, ചളി എന്നിവ നീക്കം ചെയ്ത് സംഭരണശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടി ത്വരിതപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും നിലവിൽ സഹകരണ മേഖലയിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 1,48,000 പേരായിട്ട് വർദ്ധിച്ചു. മൊത്തം IT കയറ്റുമതി അതിലും വലിയ വർധനമുണ്ടായി. 34,000 കോടിയായിരുന്നു നേരത്തെ. അത് 90,000 കൂടുതൽ ശക്തിപ്പെടാൻ പോകുന്നു. പുതിയ IT പാർക്കുകൾ ഒന്നിവിടെ വരാൻ പോകുന്നുണ്ടാണ്. നാഷണൽ ഹൈവേയോടനുബന്ധിച്ചുള്ള കോറിഡോർ നമ്മുടെ IT പാർക്കുകളുടെ തന്നെ വലിയ വികസനം. സ്പോർട്സ് വിഷയത്തിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പേരൂർക്കട സ്വദേശിനി ബിന്ദുവിന് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് പന്തംകൊളുത്തി പ്രതിഷേധിച്ചു. സംഭവ മഹാസഭ കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഭരണിക്കാവിലായിരുന്നു പ്രതിഷേധം. പേരൂർക്കട സ്വദേശിയായ ബിന്ദുവിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് പന്തംകൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംഭവ മഹാസഭ കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഭരണിക്കാവിലായിരുന്നു പ്രതിഷേധം. സംഭവ മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുന്നത്തൂർ പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു. ിടങ്ങളിൽ നടക്കുന്ന ക്രൂരകൃത്യങ്ങൾ സ്ത്രീക്കായാലും പുരുഷനായാലും നമ്മുടെ നാട്ടിൽ നിയമ നടപടികളുള്ളതാണ്. കൂടാതെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരാകുമ്പോൾ തീർച്ചയായിട്ടും ഭരണഘടന അനുശാസിക്കുന്ന എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും അവർ കൊടുക്കേണ്ടതാണ്. പകരം അവരെ ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാതെ ബിന്ദു എന്ന് പറയുന്ന ആ വീട്ടമ്മയെ വളരെ നിഷ്ഠൂരമായി ചോദ്യം ചെയ്യുകയും
അവരെ ഏതെല്ലാം രീതിയിൽ അവരെ ചീത്ത വിളിക്കാമോ ആ രീതിയിലെല്ലാം ചീത്ത വിളിച്ചിട്ട് സാഹചര്യം ചോദിച്ചപ്പോൾ കക്കൂസി പോയി കുടിക്കാൻ പറയുന്നു. പട്ടികജാതിക്കാർക്ക് നേരെ ഇവിടുത്തെ അധികാരി വർഗം ഏത് രീതിയിലുമുള്ള മോശം പെരുമാറ്റവുമായിട്ട് നടക്കുകയാണ്. അതിനെതിരെയാണ് സാംബോ മഹാസഭ കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പന്തം കൊളുത്തി പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശശി തുരുത്തിക്കര അധ്യക്ഷത വഹിച്ചു. അധികാര വർഗത്തിന്റെ വളരെ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളും ഈ ജനതയ്ക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു വനിത എന്നുള്ള നിലയിൽ പോലും പരിഗണന കൊടുക്കാതെ 20 മണിക്കൂർ ഒരു ആരോപണത്തിൻ്റെ പേരിൽ വളരെ പീഡനം നടത്തിക്കൊണ്ടുള്ള, അതായത് ആ സ്റ്റേഷനിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും നിൽക്കെ അവരെ വിവസ്ത്രയാക്കി പരിശോധിക്കുന്ന ഒരു നിലയിലേക്ക് ഈ സാംസ്കാരിക കേരളം മാറിയിരിക്കുന്നു. ബിജു മനക്കര, എസ് ഹരിബോസ്, സനു കോവൂർ, സുധാകരൻ ഏഴാംവയിൽ, ഹരിദാസ്, രാജി പനപ്പെട്ടി, രമ്യ കോവൂർ, സത്യൻ പതാരം, ശശി കൊറ്റങ്കര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചവറ ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടികൾ സമ്പൂർണ്ണമായി സ്മാർട്ടാക്കി. ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായി കെട്ടിടമുള്ള എല്ലാ അംഗനവാടികളും സ്മാർട്ടായിട്ടുണ്ട്. ചവറ കോവിൽത്തോട്ടം 116 നമ്പർ അംഗനവാടിയിലാണ് അംഗനവാടികൾ സ്മാർട്ടായതിന്റെ പ്രഖ്യാപനം നടത്തിയത്. ചവറ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളും സ്മാർട്ട് അംഗനവാടികളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിലെ സാമ്പത്തിക വർഷം 11 അംഗനവാടികൾ കൂടി സ്മാർട്ടാക്കിയത്. ഇതോടെ ചവറ ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായി കെട്ടിടങ്ങളുള്ള മുഴുവൻ അംഗനവാടികളും സ്മാർട്ടായി. മുഴുവൻ അംഗനവാടികളും സ്മാർട്ടാക്കിയതിന്റെ പ്രഖ്യാപനം കോവിൽത്തോട്ടം 116 നമ്പർ അംഗനവാടിയിൽ സംഘടിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP പ്രഖ്യാപനം നിർവഹിച്ചു. ഇവിടെ ചവറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അടുത്തുനിന്ന് കാണാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടുകൂടി അവകാശപ്പെടാൻ കഴിയും. ദീർഘകാല വീക്ഷണം മുൻനിർത്തിക്കൊണ്ടുള്ള വികസന സംരംഭങ്ങൾക്കാണ് ചവറ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് അംഗൻവാടിയുടെ കാര്യത്തിലായാലും, ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളുടെ കാര്യത്തിലായാലും, വിദ്യാഭ്യാസ മേഖലയിലായാലും ദീർഘകാല വികസനം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ്, കർമ്മ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പൊ ഈ സാമ്പത്തിക വർഷം ലക്ഷ്യം വെച്ച് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് പഞ്ചായത്തിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന മുഴുവൻ പള്ളിക്കൂടങ്ങളെയും സ്മാർട്ട് പള്ളിക്കൂടങ്ങളായി, ക്ലാസ് മുറികളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിക്കൊണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെയുള്ള സ്മാർട്ട് പള്ളിക്കൂടങ്ങളാക്കി മാറ്റി തീർക്കുക എന്ന ഭാവനാസമ്പന്നമായ പ്രവർത്തനത്തിന് ഈ ധനവർഷം തന്നെ തുടക്കം കുറിക്കുകയാണ്. അപ്പൊ ഇതാണ് ക്രിയാത്മകമായ ദീർഘകാല വികസനം, ശാശ്വതമായ സുസ്ഥിരമായ വികസനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഇതാണ്. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതല്ല. പാശ്ചാത്യ ലോകത്ത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഉറക്കെ സംസാരിക്കാൻ പോലും തയ്യാറായാൽ, അച്ഛനോ അമ്മയോ തയ്യാറായാൽ അവരകത്താണ്, സ്റ്റീലിനകത്താണ്. അങ്ങനെയാണ് ഈ ലോകത്തിന്റെ നിയമം. ഇവിടെ നമ്മൾ ഉറക്കെ സംസാരിക്കുക എന്ന് മാത്രമല്ല, പല കുട്ടികളും ഇവർ പറയുന്ന ചീത്ത വാക്കുകൾ കേട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ കുട്ടികളെ ഇഞ്ചക്ഷൻ എടുക്കുകയോ ചെയ്യുമ്പോൾ ഇവരെ വായിൽ നിന്ന് വരുന്ന ഇങ്ങനെയുള്ള വാക്കുകളാണ്. എവിടുന്ന് അവർ കേട്ടു? എവിടുന്ന് കേട്ടതാ? അവിടെ കൊച്ചുകുട്ടികൾ പുറത്തുനിന്ന് കേൾക്കത്തില്ലല്ലോ. രക്ഷകർത്താക്കൾ വീട്ടിൽ പറയുന്ന ചീത്ത വാക്കുകൾ കുട്ടികൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവരെന്തും വേണ്ടിയാണ് ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അച്ഛനമ്മയെ തല്ലുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്തും വേണ്ടി വ്രണമുണ്ടാക്കുന്നത്, എത്രത്തോളം ആഴത്തിൽ മുറിവുണ്ടാക്കുന്നു എന്നുള്ളത് കുടുംബം മനസ്സിലാക്കണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് IJ ലക്ഷ്മി സ്വാഗതം പറഞ്ഞു. ICDS സൂപ്പർവൈസർ നീതു ഷാരോൺ S റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ BGP മുഖ്യപ്രഭാഷണം നടത്തി. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, IRE GM NS സജിത, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, കുറ്റിയിൽ ലത്തീഫ്, വിജിമോൾ, ഗീതാകുമാരി VG തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. മഴക്കാലപൂർവ്വ ശുചീകരണം. CR മഹേഷ് MLAയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ അവലോകന യോഗം ചേർന്നു. റോഡുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, തോടുകൾ, കുളങ്ങൾ, പുഴകൾ എന്നിവയുടെ നവീകരണവും സംരക്ഷണവും ശുചീകരണവും ഉൾപ്പെടെ വിലയിരുത്തുന്നതിനായാണ് യോഗം ചേർന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുഴികൾ വേഗം അടയ്ക്കുന്നതിനും കൂടാതെ ഹൈസ്കൂൾ ജംഗ്ഷൻ, ലാല ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് ആവശ്യമായ സ്റ്റാഫിനെ വിശ്വസമുദ്ര നിയമിക്കണമെന്നും കൂടാതെ ആവശ്യമായ സൈൻ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും നിർദ്ദേശിച്ചു.
കരുനാഗപ്പള്ളി നഗരസഭയുടെ നേതൃത്വത്തിൽ കന്നേറ്റിക്കായലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കുളവാഴകൾ നീക്കം ചെയ്യുന്ന നടപടി സ്വീകരിക്കണമെന്നും കരുനാഗപ്പള്ളി നഗരസഭയിലെ തഴത്തോടുകളും പൊതു ഓടകളും അടിയന്തരമായി വൃത്തിയാക്കി ജലനിർഗമനം സുഗമമാക്കുന്ന നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ഓടകളും തോടുകളും കൈത്തോടുകളും അടിയന്തരമായി മാലിന്യം നീക്കം ചെയ്ത് വൃത്തിയാക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ ആവശ്യമായ ശുചിത്വ സന്ദേശം വീടുകളിൽ എത്തിക്കുന്ന നടപടി സ്വീകരിക്കണമെന്നും തീരുമാനമായി. ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് കടൽത്തീര പ്രദേശത്തെ കടലേറ്റം സാധ്യതയുള്ള പ്രദേശങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ കുടുംബങ്ങളെ പാർപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണം. കൂടാതെ തഴവയിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ കേന്ദ്രം അടിയന്തരമായി ഉപയോഗയോഗ്യമാക്കണമെന്നും തീരുമാനിച്ചു. തഹസീൽദാർ സുശീല, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ, പൊതുമരാമത്ത്, മൈനർ ഇറിഗേഷൻ, സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി തഹസീൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കോൺഗ്രസ് ഉപരോധ സമരം നടത്തി. കായംകുളം നഗരസഭയിൽ മൊബൈൽ ശുചിമുറി സംസ്കരണ പ്ലാന്റ് വാങ്ങുന്നതിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നഗരസഭ ഉപരോധിച്ചത്. നഗരസഭയ്ക്കകത്തേക്ക് കയറിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. കായംകുളം നഗരസഭയിൽ മൊബൈൽ ശുചിമുറി പ്ലാന്റ് വാങ്ങുന്നതിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് നഗരസഭാ ഓഫീസിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ നഗരസഭയ്ക്കുള്ളിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചത് പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു. ചെയർപേഴ്സന്റെ മുറിയിലെത്തിയ പ്രവർത്തകർ അഴിമതി പണം നിക്ഷേപിക്കാൻ എന്ന പേരിൽ പെട്ടിയും സ്ഥാപിച്ചു. കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ സമരം ഉദ്ഘാടനം ചെയ്തു. അത് ഉപയോഗിക്കാനോ കഴിയുന്നില്ല. കാരണം അശാസ്ത്രീയമായി നിർമ്മിച്ച 100 വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ നഗരസഭാ കൗൺസിൽ ഹാളിൽ ഇവിടെ വിശ്വസിച്ച് നഗരസഭാ കൗൺസിൽ യോഗം കൂടാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. ഇവിടെ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് കായംകുളത്തെ നഗരസഭയുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു വേസ്റ്റ് ബിന്നായി അത് ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ 100 വർഷം പഴക്കമുള്ള കായംകുളം നഗരസഭയുടെ മുന്നിൽ ACP വർക്കിന്റെ പേരിൽ ഏതാണ്ട് 68 ലക്ഷം രൂപ മുടക്കി ACP വർക്ക് ചെയ്ത സംഭവം നമുക്കറിയാം. നഗ്നമായ അഴിമതിയാണ് അക്കാര്യത്തിലും നടന്നിട്ടുള്ളത്. നഗരസഭയിൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇവിടെ കൈക്കൂലിയും അതിന് പുറത്ത് അഴിമതിയും നടത്തുന്ന ഭരണ നേതൃത്വം ശക്തമായ രീതിയിൽ ഞങ്ങൾ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ചു. വിശാഖപത്തിയൂർ, നൌഫൽ ചെമ്പകപ്പള്ളി, അഫ്സൽ പ്ലാമൂട്ടിൽ, ആസിഫ് സെലക്ഷൻ, സജീദ് ഷാജഹാൻ, നൌഫൽ, അസീം, നാസർ, രാകേഷ് പുത്തൻവീടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പുനലൂർ ശ്രീരാമവർമ്മപുരം ചന്തയിൽ നിന്ന് വ്യാപാരികൾ 3 ദിവസത്തിനകം ഒഴിയണമെന്ന് നഗരസഭ. ഇത് സംബന്ധിച്ച് അധികൃതർ നോട്ടീസ് നൽകി. ഇനിയും ഒഴിയാത്ത വ്യാപാരികളെ പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുന്ന പുനലൂർ ശ്രീരാമവർമ്മപുരം ചന്തയിൽ നിന്ന് ഇനിയും ഒഴിയാത്ത വ്യാപാരികളെ പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കുമെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. ഇതിനു മുന്നോടിയായി സെക്രട്ടറി എസ് സുമയ്യ ബീവിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ചന്തയിലെത്തി വ്യാപാരികളോട് ഒഴിയാൻ ആവശ്യപ്പെട്ടു. 3 ദിവസത്തിനുള്ളിൽ ഒഴിയാത്ത പക്ഷം പോലീസിന്റെ സഹായം തേടുമെന്ന് സെക്രട്ടറി പറഞ്ഞു. വ്യാപാരികളെ ഒഴിപ്പിച്ച് കഴിഞ്ഞ 15 മുതൽ ചന്തയിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങുമെന്നാണ് നഗരസഭാ അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നത്. ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളെ പുനരധിവസിപ്പിക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു. എന്നാൽ ഏതാനും വ്യാപാരികൾ ഒഴിഞ്ഞിട്ടില്ലെന്നും ഈ സാഹചര്യത്തിലാണ് 15-ന് പ്രവൃത്തി ആരംഭിക്കാൻ കഴിയാതിരുന്നതെന്നും അധികൃതർ പറഞ്ഞു. ഇനി നോട്ടീസ് നൽകേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടി മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ് നൽകുന്നതെന്നും വ്യാപാരികൾ ഒഴിഞ്ഞ ശേഷമേ നിർമ്മാണത്തിനായി സ്ഥലം കൈമാറി നൽകാനാകൂ എന്നും സെക്രട്ടറി കൂട്ടിച്ചേർത്തു. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 5.65 കോടി രൂപ വിനിയോഗിച്ച് സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് ചന്ത നവീകരിക്കുന്നത്. ഇതിനു മുന്നോടിയായി വ്യാപാരികളെ ഒഴിപ്പിക്കാൻ നേരത്തെ നടത്തിയ ശ്രമം സംഘർഷത്തിലും കോടതി വ്യവഹാരത്തിലും കലാശിച്ചിരുന്നു.
തുടർന്നാണ് വ്യാപാരികൾക്ക് പകരം സൗകര്യമൊരുക്കി നൽകുകയും 15-ന് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. തമിഴ്നാട്ടിലെ സേലം ആസ്ഥാനമായ VPM പ്രോജക്ട് എന്ന കമ്പനിയാണ് ചന്ത നിർമ്മാണത്തിന് കരാറെടുത്തത്. 2025 ഡിസംബർ 31-ന് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മാറുന്ന കാലത്തിനെ ഉൾക്കൊണ്ടുള്ള രാഷ്ട്രീയ നയങ്ങൾ ഉണ്ടാകണമെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരൻ. CPI പുനലൂർ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന കാലഘട്ടത്തിന് മാതൃകയാക്കേണ്ട രാഷ്ട്രീയ നേതാവാണ് മുൻ മുഖ്യമന്ത്രി അച്യുതമേനോനെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എതിരാളികൾ പോലും അംഗീകരിക്കുന്ന നേട്ടത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. ആധുനിക കേരളത്തിന് വേണ്ടുന്ന എണ്ണമറ്റ സംഭാവനകൾ അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചെന്നും മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. CPI പുനലൂർ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം മാർക്കറ്റ് ജംഗ്ഷനിലെ K രാജൻ നഗറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റ് കാര്യങ്ങളിലല്ല, ആ സമ്മേളനത്തിൽ ഇന്ത്യയിലും ലോകത്തും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രതികരണങ്ങളുമായ കാര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനുള്ള ചിന്തകൾ രൂപപ്പെടുന്ന, തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു മഹത്തായ സമ്മേളനമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നത്. നമുക്കിന്നുള്ളത് പഴയ സങ്കടങ്ങളല്ല, പുതിയ സങ്കടങ്ങളാണ്. ആഹാരമില്ലാത്ത സങ്കടങ്ങളല്ല എന്നുള്ളത്, ആഹാരം കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ ഇന്നൊരു സങ്കടമാണ്. അതായത് എല്ലാവർക്കും കൊടിയുടെ നിറവൊന്നും നോക്കാതെ ചില തെറ്റുകൾക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ ഒരു വേദി വേണം. രാഹുൽ ഗാന്ധിയും സമ്മതിച്ചു. പക്ഷെ പ്രശ്നം അതിന്റെ പ്രാക്ടിക്കൽ രൂപം നൽകാൻ എങ്ങനെയായിരിക്കണം ആ വേദി. വർഗീയതക്കെതിരാണ് ആ വേദി എന്നുള്ളത് എല്ലാവരും യോജിപ്പിലെത്തി. പക്ഷെ അതെങ്ങനെ, എവിടെ? മുഖ്യമുദ്രാവാക്യം ഈ വർഗീയതക്കെതിരെ എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, അതിൽ യോജിപ്പിലെത്തേണ്ട കാര്യങ്ങൾ ഏത്? തെരഞ്ഞെടുപ്പ് മുന്നണി ആവരുത്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നണിയിൽ ഒരു മത്സരം, ആ മത്സരം ചിലപ്പോൾ പരസ്പരം വരും. കാരണം അവിടെ താല്പര്യങ്ങൾ വന്നു കയറും. എന്നാൽ വർഗീയതയെ തോൽപ്പിക്കുന്നതിന് ഒരു മത്സരമില്ല. വർഗീയതയെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കല്ല, മതേതരത്വ ജനാധിപത്യ സ്വഭാവത്തിലുള്ളവർക്കല്ല, ചിലപ്പോൾ മുതലാളിക്കും തൊഴിലാളിക്കും അതിൽ യോജിക്കാം. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നഗരസഭയിലെ 3 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകർ, അനുഭാവികൾ എന്നിവർ പങ്കെടുത്ത പ്രകടനം നടന്നു. സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പ്രകടനം CPI മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും, ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ പ്രകടനം TB ജംഗ്ഷനിൽ നിന്നും, വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ പ്രകടനം തൂക്കുപാലത്തിന് സമീപത്തു നിന്നുമാണ് ആരംഭിച്ചത്. യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ VP ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കൗൺസിൽ അംഗം K രാജു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M സലീം, C അജയപ്രസാദ്, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കാസ്റ്റ്ലസ് ജൂനിയർ എന്നിവർ പങ്കെടുത്തു. പ്രകടനത്തിന് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ K രാജശേഖരൻ, J ഡേവിഡ്, നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത് രാധാകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ VS പ്രവീൺകുമാർ, K പ്രഭ, വിഷ്ണുദേവ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് PA അനസ്, J ജ്യോതികുമാർ, B സുജാത, R ജയനാഥൻ, നഗരസഭാ കൗൺസിലർമാരായ അഖില സുധാകരൻ, പ്രിയപിള്ള, AYF ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാംരാജ്, AISF മണ്ഡലം സെക്രട്ടറി അക്ഷയ് ഷിജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊണ്ടറയിൽ ടൈലറിംഗ് ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം നടത്തി.
AKTA ചാരിറ്റബിൾ ട്രസ്റ്റാണ് ടൈലറിംഗ് ക്യാമ്പസ് നിർമ്മിക്കുന്നത്. 30,000 ചതുരശ്ര അടിയിൽ 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. AKTA ചാരിറ്റബിൾ ട്രസ്റ്റാണ് കുണ്ടറ കാഞ്ഞിരോട് ടൈലറിംഗ് ക്യാമ്പസ് ആരംഭിക്കുന്നത്. തയ്യൽ തൊഴിൽ മേഖല പൂർണ്ണമായും യന്ത്രവൽക്കരിക്കപ്പെടുകയും വസ്ത്രനിർമ്മാണ വിപണന മേഖലയിലേക്ക് രാജ്യത്തെ കോർപ്പറേറ്റുകൾ വിവിധ പേരുകളിൽ യന്ത്രങ്ങളുടെ സഹായത്താൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങൾ മാർക്കറ്റിൽ വ്യാപകമായി വിപണനം നടത്തുന്നതിലൂടെ പരമ്പരാഗത തയ്യൽ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ മറികടക്കാനായാണ് ടൈലറിംഗ് ക്യാമ്പസ് സ്ഥാപിക്കുന്നത്. ഫാഷൻ ഡിസൈനിംഗ് മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യയിലൂടെ FDGT എന്ന 2 വർഷ ഡിപ്ലോമ കോഴ്സ് സാങ്കേതിക സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത് നടത്തും. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NCVRT-യിലൂടെ 1 വർഷ ഡിപ്ലോമ കോഴ്സ് നടത്തുന്നതിനായി ലോകോത്തര എംബ്രോയിഡറി ഡിസൈനിംഗ് കമ്പനിയായ വിൽകോമിന്റെ കേരളത്തിലെ ആദ്യത്തെ സംരംഭവും AKTA ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് നടത്തും. കുണ്ടറ കാഞ്ഞിരോട് ക്ലാസ് മുറികൾ, കോൺഫറൻസ് ഹാൾ, ഹോസ്റ്റൽ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടെ 1 ഏക്കർ 21 സെന്റ് സ്ഥലത്ത് 30,000 ചതുരശ്ര അടിയിൽ 3 നിലകളിലായാണ് ക്യാമ്പസ് നിർമ്മിക്കുന്നത്. 4 ലക്ഷം തയ്യൽ തൊഴിലാളികൾക്ക് തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തയ്യൽ തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സംഘടന ഏറ്റെടുക്കണമെന്നും സംസ്ഥാനത്തെ 4 ലക്ഷം തയ്യൽ തൊഴിലാളികൾക്ക് തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ടൈലറിംഗ് ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം AKTA ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ NC ബാബു നിർവഹിച്ചു. CIT എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ വന്ന് പടർന്ന് പന്തലിച്ചു. ആ യൂണിയനാണ് ഒരു സന്ദേശം തൊഴിൽ മേഖലയിലേക്ക് പകർന്നു കൊടുത്തത്. ഒരു തൊഴിൽ മേഖലയിൽ ഒരു സംഘടന കേട്ടപ്പം ഈ 71 മുതൽ ഇത്തരം പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ കേട്ട് ആകൃഷ്ടരായ നമ്മുടെ തയ്യൽ തൊഴിലാളികൾ എറണാകുളത്ത് സംഘടിച്ചാണ് ഇത്തരത്തിലൊരു AKT എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തതെങ്കിൽ CIT ജനനം കഴിഞ്ഞ് 10 വർഷം കഴിയുമ്പോഴത്തേക്ക് പിളർന്നു പോയെങ്കിൽ AKT 81 ഡിസംബർ 13 ജന്മം കൊണ്ടതെങ്കിൽ ഇന്ന് 44 വർഷം പിന്നിടുമ്പോൾ അന്നത്തെ 47 പേരിൽ നിന്ന് ഇന്ന് 4 ലക്ഷത്തിലധികം മെമ്പർഷിപ്പുള്ള, നേരത്തെ സ്വാഗതപ്രാസംഗ്യം പറഞ്ഞതുപോലെ ഒരു തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള ഒരു സംഘടന ഏത്, ഒരു ട്രേഡ് യൂണിയൻ ഏതെന്ന് ചോദിച്ചാൽ ഒരു വിവരാവകാശ രേഖ കേരളത്തിന്റെ തൊഴിൽ ലേബർ സെക്രട്ടറിക്ക് കൊടുത്താൽ കിട്ടുന്ന മറുപടി ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്നല്ല, അല്ലാതെ മറ്റൊന്നിന്റെ പേര് പറയാൻ ഈ രാജ്യത്തില്ല എന്ന് പറയുന്ന വളർച്ചയിലേക്ക് ഈ സംഘടന വളർന്നു. S. സതികുമാർ അധ്യക്ഷത വഹിച്ചു. G. സജീവൻ സ്വാഗതം പറഞ്ഞു. G. കാർത്തികേയൻ, MK പ്രകാശൻ, AS കുട്ടപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ച് പുനലൂർ നഗരസഭ. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പുനലൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്, ഐക്കരക്കോണം ക്ഷേത്രത്തിന് സമീപം, SN കോളേജ് ജംഗ്ഷൻ, കോടതിക്ക് സമീപം, സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നിലവിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കും. പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിഞ്ഞ് മാലിന്യം പെരുകുന്ന സാഹചര്യത്തിലാണ് പുനലൂർ നഗരസഭ പൊതുവിടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചത്. പൊതുജനങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടുകൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ ബോട്ടിൽ ബൂത്തുകളിൽ നിക്ഷേപിക്കാം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ആഴക്കടൽ മണൽ ഖനനം. സംസ്ഥാന സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ ലഭ്യമാക്കും. തീരദേശ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. മഴക്കാലപൂർവ്വ ശുചീകരണം. CR മഹേഷ് MLA-യുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. നീർത്തടങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവയുടെ നവീകരണവും സംരക്ഷണവും ശുചീകരണവും യോഗം വിലയിരുത്തി. ചവറ ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടികൾ സമ്പൂർണ്ണമായി സ്മാർട്ടായി. പ്രഖ്യാപനം. ചവറ കോവിൽത്തോട്ടം 116 നമ്പർ അംഗനവാടിയിൽ. ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായി കെട്ടിടമുള്ള എല്ലാ അംഗനവാടികളും സ്മാർട്ടായി. മൊബൈൽ ശുചിമുറി സംസ്കരണ പ്ലാന്റിലെ ക്രമക്കേട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കായംകുളം നഗരസഭ ഉപരോധിച്ചു. ചെയർപേഴ്സന്റെ മുറിയിൽ പ്രവേശിച്ച പ്രവർത്തകർ മേശപ്പുറത്ത് അഴിമതിപ്പെട്ടി സ്ഥാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.